ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാ തവണയും സമ്മാനം തരുമ്പോ ഒരു തരി സ്വർണമെങ്കിലും കാണുമായിരുന്നു. ഇത്തവണ വാങ്ങിയില്ല. കാരണം സ്വർണത്തിന്റെ വില കൂടുതലും എന്റെ വിലയിടിവും. അല്ലെങ്കിൽ തന്നെ മാധവേട്ടന്റെ ഈ സ്നേഹത്തെക്കാൾ വലുതല്ല എനിക്കൊരു പൊന്നും. വിവാഹ വാർഷിക പരസ്യം കണ്ടപ്പോഴാ ഓർത്തത്, ഇന്ന് അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷിക. അല്ല, എന്നിട്ട് അവര് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാത്തതായിരിക്കും. അച്ഛമ്മയുടെയും വർഷയുടെയും ഈ അവസ്ഥക്കിടയില് ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചതായിരിക്കും. അതെന്തായാലും ശരിയല്ല. ദേ, ഈ റിസോർട്ടിൽ വെച്ച് വെഡിങ് ആനിവേഴ്സറി ചടങ്ങ് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എന്നാ കേക്ക് മുറിക്കാം. ആ ശരി, കേക്ക് മുറിച്ച് കളയാം. ആ വാ, നമുക്കേ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. സൂപ്പർ ഐഡിയ. ആ വാ വന്ദനമ്മേ, വാ. ചന്ദ്രു, ഇവിടെ നിന്ന് പുറം കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ടല്ലേ? അതെ, എല്ലാ ഭംഗികൾക്കും പഴമയുണ്ട്. പക്ഷേ പ്രകൃതി ഭംഗിക്ക് മാത്രം എന്നും പുതുമയാ. എന്നാലേ പുതുമയുള്ള ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയൂ? ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാ. കനകം മേഞ്ഞ നാലുകെട്ടിലെ തമ്പുരാട്ടിക്കുട്ടിയെ മഴ പെയ്താൽ ചോരുന്ന വീട്ടിലെ പയ്യൻ താലി കെട്ടിയതിന്റെ വാർഷികം. ആ ദാ, നിനക്കൊരു സമ്മാനം. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എന്റെ ഒരു സന്തോഷത്തിനാ ചന്ദ്രു. എല്ലാ തവണയും സമ്മാനം തരുമ്പോ ഒരു തരി സ്വർണമെങ്കിലും കാണുമായിരുന്നു. ഇത്തവണ വാങ്ങിയില്ല. കാരണം സ്വർണത്തിന്റെ വില കൂടുതലും എന്റെ വിലയിടിവും. അല്ലെങ്കിൽ തന്നെ മാധവേട്ടന്റെ ഈ സ്നേഹത്തെക്കാൾ വലുതല്ല എനിക്കൊരു പൊന്നും. ഒരു ത്രാസിൽ സ്വർണവും മറുത്രാസിൽ മാധവേട്ടന്റെ സ്നേഹവും എടുത്ത് തൂക്കി നോക്കിയാ തൂക്കം കൂടുതൽ മാധവേട്ടന്റെ സ്നേഹത്തിനായിരിക്കും. അച്ചച്ചാ, അച്ചച്ചാ, അച്ചമ്മേ, ഉമ്മ, ഹാപ്പി
വെഡിങ് ആനിവേഴ്സറി. ആ അമ്പടി കള്ളി, ഞങ്ങള് മറച്ചു വെച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അച്ചച്ചന്റെ മോള് വന്ദനമ്മ ഇല്ലേ, വന്ദനമ്മ പറഞ്ഞതാ. ആരെ ഒളിപ്പിച്ചാലും വന്ദനമ്മ ഒളിപ്പിക്കാൻ പറ്റില്ല. അല്ലേ വന്ദനമ്മേ? അച്ഛനും അമ്മയ്ക്കും എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്റെയും വിവാഹ മംഗളാശംസകൾ. നന്ദി മക്കളെ. വിവാഹ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏയ് വേണ്ട, ആഘോഷങ്ങളൊന്നും വേണ്ട. ജഗ, ഇവിടെ അടുത്തൊരു കാവുണ്ട്, അപ്പൂപ്പൻ കാവ്. ആ, ഞാനിവിടെ വന്നപ്പോ ഇവിടുത്തെ റിസോർട്ടിലെ മാനേജർ അപ്പൂപ്പൻ കാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. വിവാഹത്തിന് മുൻപ് പ്രണയിച്ച് നടന്നിരുന്നപ്പോ അച്ഛനും അമ്മയും ഇടയ്ക്കിടെ അപ്പൂപ്പൻ കാവിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. ഊർമിളാന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോ നിങ്ങളും കാവും തമ്മില് നല്ലൊരു പൂർവ്വകാല ബന്ധമുണ്ട്. അങ്ങനെയുള്ളൊരു കാവ തൊട്ടു മുന്നിലുള്ളത്. നമ്മൾ എല്ലാവരും കൂടി ആ കാവിൽ പോകുന്നു. അച്ഛനമ്മമാരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗംഭീരമായ ഒരു പൂജയും നടത്തുന്നു. എന്താ? കൊട്ടാ